അനുമോളുടെ പ്ലാച്ചിയെ വന്ന കണ്ടസ്റ്റൻസിൽ ആരോ ഒരാൾ അടിച്ചോണ്ട് പോയി. ഈ ആരോ ഒരാൾ എന്ന് പറയുന്നതിനെക്കാട്ടി ഭേദം ആര്യനോ അപ്പാനിയോ എന്ന് പറയുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇവർ രണ്ടിൽ ആരും അല്ലാതെ ഇങ്ങനത്തെ വേലകൾ ചെയ്യത്തില്ല. പക്ഷേ എങ്കിലും ആരായിരുന്നാലും ഇത്രയും കൊടുത്തത് മതിയായില്ലേ? നിങ്ങൾ ഉദ്ദേശിച്ചതിൻ്റെ ഇരട്ടി 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 ഇപ്പോൾ അനുഭവിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഓരോരുത്തർ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷത്തോട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച ആളാണ് അനു. അപ്പോഴേ ഞാൻ പറഞ്ഞു അനു വെറുതെയാണ്, ഇവിടെ വരുമ്പോൾ എല്ലാം കൂടെ എടുത്തിട്ട് താങ്ങുമെന്ന് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ സംഭവിച്ചു. ഈ ഒരു 3-4 ദിവസം നല്ല വൃത്തിക്ക് അനു അനുഭവിച്ചതാണ്. എന്നിട്ട് പോകുന്ന നിമിഷവും ആ ഒരു കണ്ണിങ്ങായിട്ടുള്ള അവൾ എന്നിട്ടും കരയണം, ഞങ്ങൾ പോയാലും അവളിവിടെ കരഞ്ഞ് കരഞ്ഞ് അനുഭവിക്കണം എന്നുള്ള ആ ഒരു പ്രതികാര മനസ്ഥിതി ആർക്കാണ് എനിക്കറിയില്ല. ആരെ പറയാനാ? അവിടെ വന്ന് ആരെങ്കിലും മെച്ചമുണ്ടായിരുന്നോ? ആരുമില്ല. ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു 3-4 പേരുണ്ട്. അവർക്കത് ചെയ്യേണ്ട കാര്യവുമില്ല. പക്ഷേ കണ്ണിങ്ങായിട്ട് ബിഹേവ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. എന്തിനാണ് വീണ്ടും 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 ഇങ്ങനെയിട്ട് കുത്തി നോവിക്കുന്നത്? അനുവിൻ്റെ അടുത്ത് ദേഷ്യം തോന്നാൻ, ജെന്യുവിനായിട്ട് ദേഷ്യം തോന്നാൻ പുറത്തുനിന്ന് വന്ന രണ്ട് വ്യക്തികൾക്ക് അർഹതയുള്ളൂ. ഒന്ന് ജിസേലും ആര്യനുമാണ്. ജിസേലിനെ കുറിച്ച് ആ പുതപ്പിനടിയിലെ വിഷയം അനു എടുത്തിട്ട് ആ ഒരു മോശം, അത് ഒരിക്കലും അനുവിനോട് ഞാനത് യോജിക്കത്തില്ല. കാരണം അനു പറഞ്ഞതിലല്ല, അനു അത് പറയേണ്ട ആവശ്യമില്ല. അവരവിടെ എന്ത് ചെയ്യുന്നു എന്ന് നോക്കേണ്ട ആവശ്യം അനുവിനില്ല. അത് അനു വിടണമായിരുന്നു. അനു അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും പറയരുതായിരുന്നു. അത് ഭയങ്കര നെഗറ്റീവായി പോയി അനുവിന്. അതല്ലാണ്ട് അപ്പാനി ബിൻസിയുടെ കാര്യം അവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, അപ്പാനി അനുവിനെ ദ്രോഹിച്ചതുപോലെ ആ സമയത്ത് ആരും ദ്രോഹിച്ചിട്ടില്ല. ഒരിക്കലും അക്ബറിൻ്റെ കൂടെ കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ അനുവിൻ്റെ PR കാരണമല്ല, അപ്പാനിയുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അപ്പാനി ഔട്ടായത്. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ അനു ആകെ ദ്രോഹിച്ചതെന്ന് പറയാൻ എനിക്ക് ജെനുവിൻലി തോന്നിയിട്ട് ഒരാൾ ജിസേലും ആര്യനോ. പക്ഷെ ബാക്കി വന്ന എല്ലാവർക്കും ഈ ശത്രുത എന്ത് കണ്ടിട്ടാണ്, എന്തിനാണ്? പിന്നെ ശൈത്യയും അനുവും തമ്മിലുള്ളത് വെരി പേഴ്സണൽ, ഒരു ഹൗസിൽ വെച്ച് മാത്രം നടന്നൊരു കാര്യം. അത് അനുവിന് പുറത്ത് നടക്കുന്ന യാതൊന്നുമായിട്ട് അനുവിന് ഒരു ബന്ധവും ഇല്ല. അപ്പം ജെനുവിൻലി നോക്കുകയാണെങ്കിൽ ആര്യനും ജിസേലിനുമായിരുന്നു ദേഷ്യം വരേണ്ടത്. പക്ഷേ ആര്യനും ജിസേലും അങ്ങനെ ഒരുപാടൊന്നും ദേഷ്യം കാണിച്ചില്ല. പക്ഷേ വന്ന് കയറിയ ബാക്കി എല്ലാവർക്കും അനുവുമായിട്ട് എന്തൊക്കെയോ മുൻകാല ശത്രുതയുള്ള ആൾക്കാരെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അനു ചോദിക്കുക, ആ ശാരിക ചേച്ചിയോടൊക്കെ ഞാൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. സരികയോ യാതൊരു കാര്യവും ഇല്ലാണ്ട് ബാക്കിയുള്ള കുറേ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ട് അതിലേക്ക് ഇൻഫ്ലുവൻസ് ആയിട്ട് ചെയ്ത പോലെ ഉണ്ടായിരുന്നു. എന്തായാലും പാവയെ അടിച്ചുകൊണ്ട് പോയത് അത്ര നല്ല പരിപാടിയായിട്ടൊന്നും തോന്നിയില്ല. പിന്നെയും മാനസികമായി തകർക്കാൻ വേണ്ടി ട്രൈ ചെയ്ത പോലെ തോന്നി. ഷാനവാസിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്. ഷാനവാസ് പറഞ്ഞിട്ട് പിന്നെ ബിഗ് ബോസിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്. ചിലപ്പം ഇവരിനി പുറത്തിറങ്ങി ബ്ലൈൻഡ്സ് ഒക്കെ ഇടുന്ന സമയം വല്ലതും ഉണ്ടെങ്കിൽ ബിഗ് ബോസ് അവിടെ ആരെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കണ്ടെത്തി കൊടുക്കാൻ സഹായിക്കും. നെവിനോട് ചോദിക്കുന്നുണ്ട്. അനുവും നൂറയും അവിടെ ഉണ്ട്. രണ്ടുപേരും ഇങ്ങനെ മൗനത്തിൽ നടക്കുകയാണ്. അനു ആകെപ്പാടെ വിഷമിച്ച് നടക്കുകയാണ്. അബദ്ധത്തിൽ പോലും ആ നൂറയോട് പോയി മിണ്ടരുതെന്നേ മനസ്സിൽ ആഗ്രഹം തോന്നുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഒറ്റപ്പെടുത്തിയ ആളാണ് ഇവളുമാരൊക്കെ. അവരോടൊന്നും പോയി മിണ്ടരുത്. ഒരിക്കലും അനുവിനെ പോലുള്ള ഒരാളുടെ ജെനുവിൻ ഫ്രണ്ട്ഷിപ്പ് ഇവർ അർഹിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും അനുമോൾ അവിടെ പ്ലാച്ചിയെ തപ്പി നടക്കുന്നുണ്ട്, കിടന്ന് കരയുന്നുണ്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട്. അപ്പോൾ അത് കിട്ടുമോ ഇല്ലയോ, ബിഗ് ബോസ് കൊടുക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ തോന്നിയെന്നുള്ളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.